ദിക്റ് ചെല്ലുന്ന വീടുകൾ എവിടെയാണ്? ദിക്റ് ചെല്ലാൻ മടിയുള്ളവരാണ് കൂടുതൽ ആളുകളും. പഴയ കാലത്ത് നമ്മൾ ഒരു വീടിന്റെ ചാരേ കൂടി നടന്നു പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ വീട് മുസൽമാന്റെ വീടാണെന്ന് തിരിച്ചറിയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വീട്ടിലുള്ള ഉമ്മമാര്, പ്രായം ചെന്നവർ, ചെറിയ കുഞ്ഞുമക്കൾ ഉറക്കെ അല്ലാഹുവിന്റെ തൗഹീദിന്റെ വചനം ഉറക്കെ വിടുകയാണ്. ശബ്ദകോലാഹലങ്ങൾ ഒന്നുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് കേൾക്കുകയാണ്. ഇന്ന് ആ ദിക്റുകൾ എവിടെയാണ് പ്രിയപ്പെട്ടവരെ? എവിടെയാണ്? ദിക്റിന്റെ മജ്‌ലിസുകളിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറഞ്ഞു പോയിരിക്കുകയാണല്ലോ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിന്റെ മഹത്വം നാം മനസ്സിലാക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ജദ്ദിദൂ ഈമാനക്കും, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കണം. നിങ്ങളെ ഈമാൻ പഴയതായെന്നാൽ പോരാ, നിങ്ങളെ ഈമാനിന് മാറ്റങ്ങൾ വേണം. നിങ്ങളെ ഈമാന് മാറ്റുകൂട്ടണം, നിങ്ങളെ ഈമാൻ പുതുക്കണം. ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും, നിങ്ങൾ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണം. തെറ്റുകൾ ചെയ്ത് 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 ഹൃദയം കഠിന ഹൃദയമായി, കറുത്ത പുള്ളികൾ വീണ് വീണ് കറുത്തിരുണ്ട ഹൃദയമായ മനുഷ്യരെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വനവ്വിറൂ ഖുലൂബക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണം. വനവ്വിറൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനതക്കും, നിങ്ങൾ നിങ്ങളുടെ നാവിനെ അലങ്കാരമാക്കണം. നിങ്ങൾ ഗീബത്ത് പറയാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾക്ക് നമീമത്ത് പറയാൻ, ഏഷണി പറയാൻ, കളവ് പറയാൻ, അല്ലെങ്കിൽ വേണ്ടാത്ത പാട്ടുകൾ പാടാനും സംസാരിക്കാനും മറ്റ് സോഷ്യൽ മീഡിയയിൽ വോയിസ് വിടാനും നിങ്ങൾക്ക് തിടുക്കമാണ്. എന്നാൽ ദിക്റ് ചൊല്ലൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ചൊല്ലി നിങ്ങൾ നിങ്ങളുടെ നാവിനെ അലങ്കാരമാക്കൂ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, ദിക്റ് ചൊല്ലുന്ന വീടുകൾ ഇന്ന് ഏത് വീടാ? മഗ്‌രിബ് ഇശാഇന്റെ ഇടയിൽ ദിക്റുകൾ ചൊല്ലിയിരുന്ന വീടുകൾ കഴിഞ്ഞുപോയ കാലങ്ങളിൽ എത്രയായിരുന്നു? ഇന്ന് ഈമാൻ കുറഞ്ഞു പോയതാണോ? അതെല്ലാം അല്ലാഹു നൽകിയ സൗകര്യങ്ങൾ കൂടിപ്പോയതാണോ? ശ്രദ്ധിക്കണേ, ചിന്തിക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് നാം തിരിച്ചു വരണം. തൗഹീദിന്റെ വചനങ്ങളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തൊരു മനോഹരമായ വചനമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് മുമ്പേ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാർ, കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും പറഞ്ഞ വചനങ്ങളിൽ ഏറ്റവും ഉന്നതമായ, ഏറ്റവും പവിത്രമായ, ഏറ്റവും മഹത്വം നിറഞ്ഞ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ദിക്റുകൾ ചൊല്ലണേ. എത്ര ഉപ്പമാരാണ് വിട പറഞ്ഞു പോയത്, എത്ര ഉമ്മമാരാണ് ഖബർസ്ഥാനിന്റെ ആ ഖബർസ്ഥാനിൽ വിശ്രമം കൊള്ളുന്നത്, എത്ര കുടുംബാംഗങ്ങളാണ് മരണപ്പെട്ടു പോയത്. അവരുടെ പേരിൽ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാൾ സ്വന്തമായി സ്വന്തം നഫ്സിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 ചൊല്ലി തീർത്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ഒരു ദിക്റാണ്. 70,000 ജീവിതത്തിൽ ചൊല്ലി തീർക്കണം, മനസ്സറിഞ്ഞ് ചൊല്ലി തീർക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ദിവസം
ദിവസം ഒരു 300 ദിക്റെങ്കിലും നമ്മൾ ചൊല്ലണം. നമ്മളെ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കണം. നമ്മളെ വീടിന്റെ അകത്തളങ്ങളിൽ കുഞ്ഞു മക്കളെ കൊണ്ട് ദിക്റുകൾ ചൊല്ലിപ്പിച്ച് മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ ദിക്റിന്റെ ധ്വനികൾ ആ വീടിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങുന്ന രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മുസൽമാൻ കടന്നു വരേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിബിതങ്ങൾ പറഞ്ഞ ഹദീസ് പൂർത്തീകരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഈമാൻ പുതുക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഖൽബ് പ്രകാശിപ്പിക്കണം, അതുപോലെ നിങ്ങളുടെ നാവിനെ അലങ്കാരമാക്കണം. എന്തുകൊണ്ട്? ലാ ഇലാഹ ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ കൊണ്ട് ഈ ദിക്റുകൾ ചൊല്ലാൻ മടിക്കില്ല. ഒരു ദിവസം കുറച്ചധികം ദിക്ർ ചൊല്ലണം. ദിക്ർ ചൊല്ലുന്ന രൂപം അറിയില്ലേ? എല്ലാവരും ദിക്ർ ചൊല്ലുന്ന മജ്ലിസിൽ പങ്കെടുക്കുന്നവരാണ്. അങ്ങനെ ദിക്ർ ചൊല്ലുമ്പോൾ സുബ്ഹാന ജല്ല ജലാലുഹു പലരും ഇങ്ങനെ ആടി ദിക്ർ ചൊല്ലുന്നു. സഹാബത്ത് ദിക്ർ ചൊല്ലുമ്പോൾ വൃക്ഷങ്ങൾ ഒരുപോലെ അങ്ങോട്ടും ചായുന്നത് പോലെ മനോഹരമായി ചായുന്നതും ആടുന്നതും കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദിക്ർ ചൊല്ലുമ്പോൾ ആടുന്നവരെ പരിഹസിക്കണ്ട. അങ്ങനെ ആടി ദിക്ർ ചെല്ലുന്നവരുണ്ടല്ലോ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അവിടുത്തെ ഔലിയാക്കളുടെ മർത്തബയിലെത്തിക്കാനുള്ള കിതാബാകുന്ന ദിക്റിൽ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ ഒന്നൊന്നായി മനസ്സിലേക്ക് കൊണ്ടുവരണം. അല്ലാഹു റഹീമാൻ റഊഫാൻ, അല്ലാഹു റഹ്മാനാൻ, അല്ലാഹു മൗജൂദാൻ, അല്ലാഹു ഖിദമാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ ഓരോ വിശേഷങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് വലത് ഭാഗത്ത് സ്ത്രീകൾ വസ്ത്രം ആഞ്ഞടിക്കുന്ന അലക്കുകല്ലിൽ ആഞ്ഞടിക്കുന്നത് പോലെ വലത് ഭാഗത്തേക്ക് ലാ ഇലാഹ പറഞ്ഞ് ഹൃദയത്തിന്റെ ഭാഗത്ത് വന്ന് നെഞ്ചിന്റെ ഭാഗത്തേക്ക് വന്ന് ഇല്ലല്ലാഹ് എന്നുള്ള ആ ഹംസക്ക് ശബ്ദ കൊടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് നിർത്താതെ കുറച്ച് നീട്ടി ഇല്ലല്ലാഹ് പൊട്ടിച്ചൊല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ദിക്റിന്റെ ശൈലിയിൽ അല്ലാഹുവിന്റെ നാമങ്ങളെ അല്ലാഹുവിന്റെ വസ്തുക്കളെ മനസ്സിൽ കൊണ്ടുവന്ന ദിക്ർ ചൊല്ലിയാൽ ആ ദിക്റിനാണ് മഹത്വം, ആ ദിക്റിനാണ് വിജയം. അല്ലാഹു ദിക്റികളിൽ ഉൾപ്പെടുത്തട്ടെ. ഇങ്ങനെ നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ മുത്തുനബി പറഞ്ഞതുപോലെ ഈമാൻ പുതുതാകുന്നു, കൽബ് പ്രകാശിക്കുന്നു, നാവിന് അലങ്കാരമാകുന്നു, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകുന്നു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന്റെ ടെൻഷനും ഹൃദയത്തിന്റെ പ്രയാസങ്ങളും ഹൃദയത്തിന്റെ എല്ലാം ദിക്ർ കൊണ്ട് മാറുമെന്ന് ഖുർആൻ പറഞ്ഞതിൽ പെടുന്നു. അങ്ങനെ എല്ലാ ഔലിയാക്കളായത് ദിക്ർ ചൊല്ലി 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 അല്ലാഹുവിലേക്ക് പോയി. അല്ലാഹു കൂടുതൽ നമ്മൾക്കും നമ്മുടെ മക്കൾക്കും ദിക്ർ ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ. ഈമാനുള്ള മരണം നൽകട്ടെ, ഈമാനുള്ള ഖൽബ് നൽകട്ടെ.